NSSുമായി സമുദായ ആചാര്യൻ ശ്രീ. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എന്നെ സഹായിച്ചതും എനിക്ക് അഭയം തന്നതും NSS ആണ് എന്ന് പറയാൻ എനിക്കറിയാൻ സന്തോഷം. അന്ന് വാസ്തവത്തിൽ അന്ന് എനിക്ക് അപേക്ഷ കൊടുത്ത് പ്രീഡിഗ്രിക്ക് ചേരാൻ അവസരമില്ലായിരുന്നത് എൻ്റെ 1 വർഷം പോകുമായിരുന്നു. അതുകൊണ്ടാണ് ജനറൽ സെക്രട്ടറി ഇവിടെ പറഞ്ഞ ഈ മണ്ണുമായി എൻ്റെ ബന്ധം. NSS ഹിന്ദു കോളേജ്, NSS ഹെഡ്ക്വാർട്ടേഴ്സ്, മന്നം സമാധി, വേലായുധ മന്ദിരം, മാവേലി ലോഡ്ജില്, അംബിയാർ ഹോട്ടല്, അതോടൊപ്പം തന്നെ ചച്ചായുടെ കട, ഈ മണ്ണുമായി അത്രമാത്രം ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ആ ബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ കഴിയാത്തതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നും എൻ്റെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നത് ഈ അന്തരീക്ഷമായിരുന്നു. ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായി എൻ്റെ പൊതുജീവിതവും എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടവും ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. എന്നും എൻ്റെ മനസ്സിൽ അത് പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നായർ സമുദായ അംഗങ്ങളെ ശാക്തീകരിക്കുന്നതോടൊപ്പം കേരളത്തിലെ ഇതര ജനസമൂഹങ്ങൾക്ക്, വ്യക്തികൾക്ക്, സ്ഥാപനങ്ങൾക്ക് ശക്തിയും ചൈതന്യവും പകർന്നു കൊടുക്കാൻ ശ്രീ മന്നത്ത് പത്മനാഭന് കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയ കാര്യമാണ്. അവർ നമ്മുടെ ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി നടത്തിയ ഏറ്റവും വലിയ വിപ്ലവകരമായ പോരാട്ടമാണ് വൈക്കം സത്യാഗ്രഹം. ഇവിടെ ജനറൽ സെക്രട്ടറി ചൂണ്ടിക്കാണിച്ച പോലെ അതിന് 20 വർഷങ്ങൾക്ക് മുമ്പ് പെരുന്നയിൽ മാരണത്തിലാവ് ദേവീക്ഷേത്രം മന്നത്ത് പത്മനാഭൻ എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്തു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും പിന്നോക്കക്കാർക്കും ക്ഷേത്രത്തിൽ കയറാൻ അവസരമില്ലാതിരുന്ന കാലഘട്ടത്തിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ 20 വർഷം മുമ്പ് മാരണത്തിലാവ് ദേവീക്ഷേത്രം തുറന്നു കൊടുത്ത മന്നത്ത് പത്മനാഭൻ കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് എന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. കേരളീയ സമൂഹത്തെ പരിഷ്കരണത്തിന്റെ പാതയിലേക്ക് നയിച്ച തേജോ ബിംബങ്ങളുടെ പട്ടികയിൽ ഒന്നാമതായി നമുക്ക് അദ്ദേഹത്തെ എഴുതി ചേർക്കാൻ കഴിയും. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, എല്ലാ ജാതിയിൽപ്പെട്ടവർക്ക് ക്ഷേത്ര പ്രവേശനത്തിന് നടത്തിയ സമരങ്ങൾ, ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുന്നേറ്റങ്ങൾ, സ്വാതന്ത്ര്യാനന്തരം തിരുവിതാംകൂർ കൊച്ചി നിയമസഭയിലേക്കുള്ള പ്രവേശനം, വിമോചന സമരം നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ, ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന്റെ മുതുകുളം പ്രസംഗം ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗമാണ്. മുതുകുളം പ്രസംഗം, ആ പ്രസംഗം എല്ലാവർക്കും വേണ്ടിയായിരുന്നു. പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയായിരുന്നു ആ പ്രസംഗം. ആ പ്രസംഗം കഴിഞ്ഞപ്പോഴാണ് സർ CP അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. സ്വാതന്ത്ര്യം കിട്ടിയ ആ പുലരി കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായില്ല, ജയിലിലായിരുന്നു. പിന്നീടാണ് ജയിലിൽ നിന്ന് പുറത്തു വന്നത്. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ മാത്രമല്ല, പാവപ്പെട്ടവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി തെറ്റായ ചിന്തകൾക്കെതിരെ പോരാടാൻ കഴിഞ്ഞ ഏറ്റവും കരുത്തനായ വ്യക്തിത്വമായിരുന്നു ശ്രീ മന്നത്ത് പത്മനാഭന്റെ. അന്ന് അവർണർക്ക് വേണ്ടി സവർണർ ജാഥ നടത്തി എന്നത് നമുക്ക് ഓർക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടം, അന്ന് ഓർക്കാൻ കഴിയാത്ത കാലമാണ്. വൈക്കം ക്ഷേത്രത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും അന്ന് വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു. വൈക്കത്തെല്ലാം നമുക്കാണ് ഒരു തീണ്ടപ്പലക ഉള്ള ഇപ്പോഴും കാണാം. ആ വഴിയിലൂടെ സഞ്ചരിക്കാനും പിന്നോക്കക്കാർക്ക് അവസരമില്ലായിരുന്നു. ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അവസരമില്ലായിരുന്നു. ഗാന്ധിജിയുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹങ്ങളോടുകൂടി ആരംഭിച്ച വൈക്കം സത്യാഗ്രഹത്തിന്റെ ഏറ്റവും മുന്നണി പോരാളി ശ്രീ മന്നത്ത് പത്മനാഭനായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അന്നത്തെ SNDP യോഗത്തിലെ ജനറൽ സെക്രട്ടറി TK മാധവൻ. TK മാധവൻ മായി സംസാരിച്ച ശേഷമാണ് സവർണ ജാഥ ആരംഭിക്കുന്നത്. സവർണ ജാഥ കേരളത്തിൽ ഉണ്ടാക്കിയ കോളിളക്കം ചെറുതല്ല.
ആയിരക്കണക്കിന് ആളുകളാണ് സവർണ ജാഥയിൽ മന്നത്ത് പത്മനാഭനോടൊപ്പം പങ്കെടുത്തത്. കുഞ്ഞുകുട്ടി പരാധീനം മുഴുവൻ ആ ജാഥയിൽ പങ്കെടുത്തു. ആ ജാഥ കടന്നു പോകുന്ന വഴികളിൽ സവർണ ജാതിക്കാരായ മുഴുവൻ ആളുകൾ അണിനിരുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെ കരുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടാകുന്നത്. അത് തന്നെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് തന്നെ ചാലക ശക്തിയായി മാറിയത് ഒരു സംശയവും വേണ്ട സവർണ ജാഥയായിരുന്നു. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക്, പിന്നോക്കക്കാർക്ക് വഴി നടക്കാനും ക്ഷേത്രപ്രവേശനത്തിനും വേണ്ടി ഈ സവർണ ജാഥ നടത്തിയത് എന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്.